ഡോളറിനും 26 ബില്യണർമാരുടെ പദ്ധതികൾക്കും വീഴ്ത്താനാവാത്ത വിജയമാണ് ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മംദാനി നേടിയതെന്ന് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഫോബ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ ന്യൂയോർക്ക് ജനത ഒറ്റക്കെട്ടായി സോഹ്റാൻ മംദാനി എന്ന 34-കാരനെ നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന നീക്കങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഒത്തൊരുമയ്ക്കും വേണ്ടി വാദിച്ച തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച മംദാനി ചില ശതകോടീശ്വരന്മാരുടെ ടാർഗറ്റ് ആയിരുന്നുവെന്നാണ് ഫോബ്സ് പറയുന്നത്. അമേരിക്കയിലെ അതിസമ്പന്നർ മംദാനിയുടെ എതിരാളികൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചത് 22 മില്യൺ ഡോളറാണ്. സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്നുള്ള 26 ബില്യണയർമാരാണ് മംദാനിയുടെ എതിരാളികളെ പിന്തുണയ്ക്കാനും പരസ്യങ്ങൾ നൽകാനുമായി 22 മില്യൺ ഡോളർ ചെലവഴിച്ചതെന്ന് ഫോബ്സ് ഏറ്റവും പുതിയ തെളിവുകൾ സഹിതം നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബ്ലൂംബർഗ് LP സഹസ്ഥാപകൻ മൈക്കേൽ ബ്ലൂംബർഗ്, ഹെഡ്ജ് ഫണ്ട് മാനേജർ ബിൽ ആക്മാൻ, Airbnb സഹസ്ഥാപകൻ ജോ ജെബിയ, പ്രമുഖരായ ലോഡർ കുടുംബാംഗങ്ങൾ എന്നിവരാണ് ഈ ലിസ്റ്റിലെ വമ്പൻ സ്രാവുകൾ. ഓരോരുത്തരും കുറഞ്ഞത് $1 ലക്ഷം ഇൻഡിപെൻഡന്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിക്കും ആൻഡ്രൂ ക്യൂമോയുടെ സൂപ്പർ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്കും നൽകിയിരിക്കുന്നത്. ബ്ലൂംബർഗ് മാത്രം ക്യൂമോയെ പിന്തുണച്ച് $8 മില്യൺ നൽകിയത്. അതേസമയം ആക്മാൻ $1.75 മില്യൺ ലോഡർ $7,50,000 ചെലവാക്കി. ഈ ഡൊണേഷനുകളിൽ ഏകദേശം $13.6 മില്യൺ മംദാനി ഡെമോക്രാറ്റിക് നോമിനേഷൻ നേടുന്ന ജൂൺ 24 മുന്നേ ലഭിച്ചതാണ്. നെറ്റ്ഫ്ലിക്സ് സഹസ്ഥാപകൻ റീഡ് ഹാസ്റ്റിംഗ്സ്, മീഡിയ എന്റർപ്രണർ ഭാരി ദിലർ എന്നിവർ $2,50,000 വീതവും കാസിനോ മാഗ്നറ്റായ സ്റ്റീവ് വിൻ $5 ലക്ഷം ഈ ഒക്ടോബറിലും ഓയിൽ ബാരൻ ജോൺ ഹെസ് $1 മില്യൺ ചിലവാക്കിയിട്ടുണ്ട്. മംദാനിക്കെതിരെ പണം ചെലവഴിച്ച 26 കോടീശ്വരന്മാരിൽ 16 പേരും ന്യൂയോർക്ക് നിവാസികളാണെന്ന കാര്യവും ഫോബ്സ് ഉറപ്പാക്കിയിട്ടുണ്ട്. ബില്യണയർമാരായ ബിൽ ആക്മാനും റൊണാൾഡ് ലോഡറും കോടികൾ ചെലവഴിച്ച വിവരം മംദാനി തന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ മംദാനി വിജയമുറപ്പിച്ചതോടെ എതിർചേരിയിൽ ഉണ്ടായിരുന്നവർ പോലും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്താൻ നിർബന്ധിതമായി എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ ആക്മാൻ മംദാനിയെ അഭിനന്ദിച്ച് എക്സ് പോസ്റ്റ് വരെ പങ്കുവെക്കുകയുണ്ടായി. ഇനി തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കും ട്രംപിനുമെല്ലാം പുതിയ നിയുക്ത മേയർ തന്റെ പ്രവർത്തനത്തിലൂടെ എന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.